അപ്പം അച്ഛൻ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഞങ്ങൾ. സോറി, ഞങ്ങളല്ല, അമ്മയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ കുട്ടനാണെങ്കിലും ഇവിടെ ഭയങ്കര കളിയിലാണ്. അവൾക്ക് എന്താ ഈ സാധനം വേണ്ടത്ര പിടിച്ചിട്ടില്ല കേട്ടോ. എന്തോ ഒരു അറപ്പ് തോന്നുന്നുണ്ട് തൊടാനേ. വേണോ വേണ്ടിച്ചിട്ടാണ് തൊടുന്നത് കേട്ടോ. അമ്മ എന്തായാലും ഇലയൊക്കെ ഇവിടെ സെറ്റാക്കി തേങ്ങയും ശർക്കരയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ കുട്ട അപ്പത്തിനും ഇതാ ചക്ക വറുത്തെടുത്തോണ്ട് കേട്ടോ. ഇത് എവിടെ കണ്ടാലും അപ്പം ഈ കുട്ട എടുത്തോണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. എടുത്തൊടുന്ന് തുറപ്പിച്ചിട്ട് അതിലത്തെ സാധനം കഴിക്കണ വരെ അവിടെ ഇരിക്കും കേട്ടോ. അമ്മ അപ്പത്തിന് ഇതാ ശർക്കരയൊക്കെ കുത്തിയിടിച്ച് പരത്തി ആ മിക്സൊക്കെ റെഡിയാക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ കഥകളും പറയുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ കുറേ കഥകളാണ് പറയണത്. പണ്ടൊക്കെ ഈ അട ചുടുന്നത് പൊടിയനിയുടെ ഇലയിലിരുന്ന് അത്ര കേട്ടോ. പൊടിയനിയുടെ ഇലയിൽ അങ്ങനെ കുറേ അട അമ്മമ്മ ചുട്ടുകൊടുത്തിട്ടുണ്ട് അത്രേ. ആ കഥകളൊക്കെ പറയുകയാണ്. എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ പൊടിയനിയുടെ ഇല കിട്ടാല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വാഴൻ്റെ ഇലയിൽ ചുടാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ വാഴൻ്റെ ഇലയിൽ പരത്തി മിക്സൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ വിറകടുപ്പിൽ വെച്ചിട്ടാണ് ചുടുന്നത് കേട്ടോ. ഇതാ പട ഇതവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അച്ഛനാണ് ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത്. അച്ഛൻ്റെ ടേസ്റ്റി പറച്ചിൽ കേട്ടാന്ന് തോന്നി. ഈ കുട്ടിൻ്റേതായിട്ടുള്ള രീതിയിൽ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ മാത്രം ടേസ്റ്റ് ചെയ്താൽ മതി, ഞങ്ങൾക്കും കൂടി കഴിക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് അമ്മ ആദ്യം ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞിട്ട് ജനലിൻ്റെ അവിടെ കൊണ്ടുവച്ചിരിക്കേണ്ട. ഞങ്ങളിതുപോലെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുക. ഗോതമ്പിൻ്റെ അടയാണ്. ചൂട് ചായയും നല്ല ചൂട് അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. പുറത്ത് ഇതാ മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറുണ്ട്. അപ്പോൾ ഈ കുട്ട ആദ്യം കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും കഴിക്കട്ടെ. ഓക്കെ, ബൈ.